കണ്ണൂരിൽ വൻ സ്ഫോടനം. കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലാണ് സ്ഫോടനം നടന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. സ്ഫോടനത്തിൽ വീട് തകർന്ന് വീട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റതായി സൂചന. ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നുവെന്ന് നാട്ടുകാർ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ദുർഗ, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് കണ്ണൂർ കീഴറയിൽ ഒരു വാടക വീട്ടിൽ വലിയ സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവിടെ 3 പേരാണ് താമസമുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കീഴറയിലെ ഗോവിന്ദൻ എന്നയാളുടെ വീടായിരുന്നു ഇത്. വാടകയ്ക്ക് നൽകിയിരുന്നതാണ്. ഈ വീട്ടിൽ 3 പേർ താമസമുണ്ടായിരുന്നു. ഇതിൽ ഈ സംഭവ സ്ഥലത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടതായുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ ഇവിടുന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്ഫോടനത്തിൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത്തരം ഒരു സ്ഫോടനം ഇവിടെ ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. മാത്രമല്ല, നിരവധി സ്ഫോടക വസ്തുക്കൾ ഈ ഒരു വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിലവിൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്കും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. കാരണം വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ആ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ പരിസര പ്രദേശങ്ങൾക്ക് ബോംബ് ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം ആളുകൾക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഉഗ്ര സ്ഫോടനത്തിൽ സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ദുർഗ, മിഥുൻ, അതുപോലെ തന്നെ നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? അതുപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടതായി മിഥുൻ പറഞ്ഞു. നിലവിൽ മറ്റു 2 പേരുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു CPM ശക്തി കേന്ദ്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല, ഇവിടെ എന്താണ് ഈ സ്ഫോടനത്തിന് പിന്നിലത് ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനം തന്നെയാണ് നിലവിലുള്ളത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരികയാണ്. ഈ 3 പേർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റ് 2 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഒരു മൃതദേഹം ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായും വിവരമുണ്ട്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതൊരു സൂചന തന്നെയാണ് ഈ ഒരു സംഭവം നൽകുന്നത്. ധാരാളം സ്ഫോടക വസ്തുക്കൾ ഈ ഒരു വീടിന്റെ പരിസരത്ത് ഉണ്ടായതായിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് കൂടുതൽ പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ ഈ സംഭവങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ദുർഗ. ശരി മിഥുൻ.